ഇതെല്ലാം കമ്പ് മുറിക്കുന്നതിന് മാത്രം വളർന്ന ചെടികളാണ്. പ്രൂൺ ചെയ്യുന്നതിന് റെഡിയായി നിൽക്കുന്ന ചെടികളാണ്. മഴ മാറാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കമ്പെല്ലാം നീണ്ടു വളർന്നവരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. പൂക്കൾ കുറവാണ്. അപ്പോൾ ഇപ്പം മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ജനുവരി ആയല്ലോ. അപ്പോൾ നമുക്ക് ഇവരെല്ലാം കമ്പൊക്കെ മുറിച്ച് കൊടുക്കുക. എല്ലാം നീണ്ടു വളർന്ന ഒരു ഭംഗിയില്ലാതെയാണ് നിൽക്കുന്നത് ചെടികളെല്ലാമേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഇവരെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെടിയേ ഉള്ളൂ. ഇത് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മഴയൊന്നും കൊള്ളാതെ. അപ്പോൾ ഈ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരുന്ന മുളകളിൽ മുട്ടുകളും കൂടെ കൂടിയാണ് വരുന്നത്. അല്ല, മുളച്ച് വലുതായിട്ടാണ് മുട്ട് പിന്നാലെയല്ല വരുന്നത്. മുള വരുന്നതിനോടൊപ്പം തന്നെ മുട്ടുകളും വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുമേ. അപ്പം ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, വേണമെങ്കിൽ സ്വല്പം രാസവളം എന്തെങ്കിലും പൊട്ടാഷ് വളം അതിൻ്റെ കൂടെ ചേർക്കാം. 19 അങ്ങനെ എന്തെങ്കിലും ചുവട് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് കുറച്ച് രാസവളം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്ത് കൊടുത്താലും ചെടി നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഈ ഇടുന്ന വളങ്ങളെല്ലാം ചെടികൾ നന്നായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ നനച്ച് കൊടുക്കണം. പിന്നെ ചട്ടിയൊക്കെ പൊട്ടി വളർന്ന് മുറ്റി നിൽക്കുന്ന ചെടികളാണെങ്കിൽ ചട്ടി മാറ്റി വെച്ച് കൊടുക്കണം. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഫംഗസിനെതിരെ നമ്മൾ അതിനുള്ള ഒരു മരുന്നും കൂടെയും കൊടുക്കണം. അപ്പോൾ ചെടികളെല്ലാം വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ വളമൊക്കെ വലിച്ചെടുത്ത് പൂവിടും. ഇപ്പോൾ നവംബർ ഡിസംബർ കൂടി എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടുന്നത് കൂട്ടി ഒരു മാസത്തിനകം തന്നെ പൂക്കൾ വരുന്നതായിരിക്കും. മുള വരുന്നതിനോടൊപ്പം തന്നെ മുട്ടുകളും വരും. അതിന് പ്രത്യേകിച്ച് താമസമൊന്നുമില്ല. അപ്പോൾ ഏതിനും വളം കൊടുക്കണം. നന്നായിട്ട് വളർന്നു വരണമെങ്കിൽ കാലാവസ്ഥയും വേണം, നല്ല ചൂട് വേണം. വെയിലും ചൂടും ഉണ്ടെങ്കിൽ ഈ വളമൊക്കെ കൊടുത്താൽ ചെടിക്ക് പെട്ടെന്ന് വളരാനും പൂവിടാനും സാധിക്കും.